ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഇസ്രായേലിനെതിരെ തിരിയുകയാണ്. ഇസ്രായേലിൻ്റെ പുതിയ പ്രഖ്യാപനമാണ് ഈ പുതിയ നിലപാടിന് കാരണം. ഗസ നഗരം പിടിച്ചെടുക്കാനുള്ള നീക്കവുമായാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത്. പിടിച്ചടക്കൽ പദ്ധതിക്ക് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അനുമതി നൽകി. ഇക്കാര്യം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് അറിയിക്കുകയും ചെയ്തു. ഗസയിലെ മുഴുവൻ പ്രദേശത്തിൻ്റെയും നിയന്ത്രണം പിടിക്കുകയാണ് ഇസ്രായേലിൻ്റെ പദ്ധതി. ഹമാസിനെ പുറത്താക്കും. ഗസയുടെ നിയന്ത്രണം ഇസ്രായേലുമായി സൗഹൃദമുള്ള ഏതെങ്കിലും അറബ് രാജ്യത്തിന് നൽകും. ഇതാണ് നെതന്യാഹുവിൻ്റെ പദ്ധതി. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പിന്നാലെ നിർണായക നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് ജർമ്മനി. 22 മാസത്തെ ഹമാസിനെതിരായ യുദ്ധത്തിന് ശേഷം ഗാസ നഗരം കീഴടക്കാനുള്ള ഇസ്രായേൽ മന്ത്രിസഭയുടെ തീരുമാനത്തെ യൂറോപ്യൻ അറബ് രാജ്യങ്ങൾ വിമർശിച്ചിരുന്നു. ഗാസ നഗരം ഏറ്റെടുക്കാനുള്ള പദ്ധതിയെ ഐക്യരാഷ്ട്രസഭ, ചൈന, റഷ്യ, ബ്രിട്ടൻ, മറ്റ് രാജ്യങ്ങൾ എന്നിവ എതിർക്കുകയാണ്. പിന്നാലെയാണ് കുറച്ചുകൂടി കടുത്ത നീക്കവുമായി ജർമ്മനി എത്തിയത്. ഇസ്രായേലുമായുള്ള ആയുധ വിൽപ്പന നിർത്തിവെക്കുമെന്നാണ് ജർമ്മനി വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചത്. ചാൻസലർ ഫ്രെഡറിക് മെർസ് വെള്ളിയാഴ്ച ഇക്കാര്യം അറിയിച്ചു. വളരെ കാലമായി ഇസ്രായേലിൻ്റെ ഏറ്റവും ശക്തമായ സഖ്യകക്ഷികളിലൊന്നാണ് ജർമ്മനി. അതിനാൽ ഈ നീക്കം ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ്. ഹമാസിനെ നിരായുധീകരിക്കാനും ശേഷിക്കുന്ന ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കാനുമുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഇസ്രായേലിൻ്റെ ഏറ്റവും പുതിയ സൈനിക പദ്ധതി എങ്ങനെ സഹായിക്കുമെന്ന് വ്യക്തമല്ലെന്നാണ് മെർസ് പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഗാസ മുനമ്പിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സൈനിക ഉപകരണങ്ങളുടെ കയറ്റുമതിക്ക് ജർമ്മൻ സർക്കാർ അംഗീകാരം നൽകില്ല, അദ്ദേഹം ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. ബെർലിൻ ഗാസയിലെ സാധാരണക്കാരുടെ കഷ്ടപ്പാടുകളിൽ വളരെയധികം ആശങ്കാകുലരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ 6 ദശലക്ഷത്തിലധികം ജൂതന്മാരെ കൊലപ്പെടുത്തിയതിന് പ്രായശ്ചിത്തം ചെയ്യാൻ ഇപ്പോഴും ശ്രമിക്കുന്ന രാജ്യമാണ് ജർമ്മനി. അതിനാൽ ജൂതരാഷ്ട്രമായ ഇസ്രായേലിനോട് സവിശേഷമായൊരു ബന്ധം ജർമ്മനി എന്നും സൂക്ഷിച്ചിരുന്നു. ഗാസയിൽ ഇസ്രായേൽ യുദ്ധം നടപ്പിലാക്കുന്നതിൽ ട്രംപ് ഭരണകൂടത്തിന് ചില വിയോജിപ്പുകൾ ഉണ്ടെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് US പ്രസിഡന്റ് JD വാൻസ്. ഗാസ വിഷയത്തിൽ ഇസ്രായേലിനൊപ്പം തന്നെയാണ് US. എന്നാൽ നെതന്യാഹുവിൻ്റെ പുതിയ നീക്കം USനെയും അസ്വസ്ഥമാക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. വാൻസിൻ്റെ വാക്കുകൾ ഈ സൂചനയാണ് നൽകുന്നത്. ഗാസ നഗരത്തിൽ ഏതാണ്ട് ദശലക്ഷം പലസ്തീനികളാണ് നിലവിൽ അഭയം തേടിയിരിക്കുന്നത്. ഇവിടേക്ക് സൈനിക പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനാണ് ഇസ്രായേൽ മന്ത്രിസഭയുടെ തീരുമാനം. വാൻസിൻ്റെ UK സന്ദർശനത്തിനിടെ മാധ്യമപ്രവർത്തകർ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് വിയോജിപ്പുകളുണ്ടെന്ന് വാൻസ് തുറന്നു പറഞ്ഞത്. US സർക്കാരിൻ്റെ 2 ലക്ഷ്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വാൻസ് തുടങ്ങിയത്. 1. നിരപരാധികളെ ഹമാസ് ആക്രമിക്കില്ലെന്ന് ഉറപ്പാക്കുക. 2. ഗാസയിലെ മാനുഷിക പ്രതിസന്ധി പരിഹരിക്കുക. USൻ്റെ 2 പ്രധാന ലക്ഷ്യങ്ങളാണിതെന്ന് വാൻസ് വ്യക്തമാക്കി. ധാരാളം പൊതുവായ ലക്ഷ്യങ്ങളുണ്ട്. ആ പൊതു ലക്ഷ്യങ്ങൾ എങ്ങനെ കൃത്യമായി കൈവരിക്കാം എന്നതിനെക്കുറിച്ച് ചില വിയോജിപ്പുകളുണ്ട്, വാൻസ് പറയുന്നു. വളരെ സങ്കീർണമായൊരു പ്രശ്നമാണത്. എങ്ങനെ പരിഹരിക്കണമെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. ആ പ്രദേശത്ത് സമാധാനം കൊണ്ടുവരുന്നത് എളുപ്പമാണെങ്കിൽ അത് ഇതിനകം തന്നെ ചെയ്യുമായിരുന്നു, US വൈസ് പ്രസിഡന്റ് പറഞ്ഞു. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള UK പദ്ധതിയോട് US യോജിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനും വാൻസ് മറുപടി നൽകി. ഈ വിഷയത്തിൽ UKയ്ക്ക് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ അവകാശമുണ്ടെന്നാണ് വാൻസ് പറഞ്ഞത്. എന്നാൽ അമേരിക്ക ഇതേ പാത പിന്തുടരില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളതെന്നും അദ്ദേഹം ചോദിച്ചു. കാരണം അവിടെ പ്രവർത്തനക്ഷമമായ ഒരു ഗവൺമെൻറ് ഇല്ല. ഇങ്ങനെയാണ് വാൻസ് പറഞ്ഞത്.